ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കുഞ്ഞിസ് എന്നപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്നെ കണ്ട ഒരു ഗെറ്റ് റെഡി കേട്ടാണ് നിൽക്കുന്നത്. പച്ച പാൻറ്റും വെള്ള ടോപ്പ് ഇട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതിപ്പം എവിടെയാണ് പോകുന്നത് ഗൈസ്. ഇന്ന് അമ്മയ്ക്ക് 5 മണിക്ക് ശേഷം ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നത് ബീച്ചിൽ പോകണം. പക്ഷെ അപ്പോൾ അമ്മ പറഞ്ഞ് പിന്നീടാകട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഇന്ന് അമ്മയ്ക്ക് 5 മിനിറ്റ് ഫ്രീ ആയതുകൊണ്ട് ഞാൻ അമ്മേനെ എന്ന കൈയോടൊന്ന് പൊക്കി. അപ്പോൾ ഈ ബീച്ചിലേക്ക് പോകാണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി വണ്ടിയുടെ അടുത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി വേറെ ആരോട്ട് ഞാൻ വരാം. അപ്പോൾ അമ്മ ഗ്ലാസ് ഒന്ന് പൊക്കിക്കാണ്. അയ്യോ ഞാൻ തന്നെയാണ് ട്രിപ്പ് ഭയങ്കര അപ്പോൾ ഗൈസ് നമ്മളിത് ഹെൽമെറ്റൊക്കെ ഇട്ട് സേഫ്റ്റിയായി വണ്ടി ഇരിക്കുകയാണ്. ഞങ്ങളിതൊരു കുഞ്ഞിടവഴി കൂടെ ഒരു റോഡിലാണ് മെയിൻ റോഡ്. അപ്പം അങ്ങനെ ആ റോഡിലോട്ടാണ് ഈ കുലുക്കമൊക്കെ ആ റോഡിൽ ഇവിടെ തൊട്ട് ഒരു കോൺക്രീറ്റ് ഉള്ളത് ബാക്കിലോട്ടൊക്കെ കണ്ടില്ല കല്ലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പേ ഗൈസ് തുള്ളിയിട്ട് മഴത്തുള്ളി വീണു ഗൈസ്. ഈ ടെൻഷനാണ്. ഈശ്വരാ എന്ന് നല്ല ദിവസമായിട്ട് ഇനിയിപ്പോൾ അടുത്ത മഴയും കൂടെ പെയ്യുമോ എന്ന് ആയിരുന്നു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ ഗൈസ് ആ ഇടവഴി കൂടെ കയറിക്കാൻ ഒരു റോഡ് എത്തുന്നു. ആ റോട്ടിൽ കൂടെ നമ്മളിതെങ്ങനെ പോവുകയാണ്. ഇത് ബീച്ചിൽ പോയിട്ടൊരു പൊളിക്കണം. എന്നാലും ഗെറ്റ് റെഡി വിത്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ സമയം പോകുമെന്ന് കേൾക്കുന്നത് 5:23 സംതിങ് കുറച്ച് സമയമായി. 5:23 ആയിട്ടും 5:23 ആയി. അതുകൊണ്ട് ഇനി കൊണ്ട് താമസം പിന്നെ 6 മണിയാകും. പിന്നെ പോയാൽ പിന്നെ അപ്പം തിരിച്ചു ഒരു 5 മണി 5:30 ആയി പോകുമ്പോൾ നമുക്ക് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 6:30 ആകുമ്പോൾ തിരിച്ചു വന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെ നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ കടപ്പുറത്തൊക്കെ നമുക്ക് നല്ലൊരു ഇളക്കാറ്റൊക്കെ വന്നെത്തി. നല്ലൊരു വൈബാണ് ഗൈസ്. അതുമാത്രമല്ല യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്കൊക്കെ ഈ കടപ്പുറത്തൊക്കെ പോയിരുന്ന് ചെയ്യുമ്പം നല്ലൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലൊരു ഇതായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ മെയിൻ റോഡ് നമ്മളിത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ട്യൂഷൻ സെൻ്ററിലോട്ട് പോകണ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതാണ് ഗൈസ് ആ വഴി. അപ്പം ഈ ഇടവഴി ഉണ്ടില്ലേ ഗൈസ്, കണ്ടാന്ന് എനിക്കറിയില്ല ഗൈസ്. ആ ബ്ലൂ സ്റ്റാർ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഇടവഴിയായിരുന്നു. കണ്ടില്ലെങ്കിൽ ഇനിയുള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബൈലാൻസിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഗൈസ് ഒരു ഫ്രണ്ട് വെച്ച് ആ കൊച്ചിൻ്റെ അച്ഛനായിട്ട് സെക്യൂരിറ്റി പോകുക. അപ്പോൾ നമ്മളിത് അങ്ങനെ തന്നെ പോയി ഒരു കാർ വാഷ് ബാക്കി ആ കാർ വാഷിന് കഴിഞ്ഞ് നേരെ പോകുന്നത് ആകാശമൊക്കെ കാണാൻ പറ്റി. ചില മേഘങ്ങൾ കുറച്ച് ചില മേഘങ്ങൾ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഒരു ടെൻഷനാണ്. പക്ഷേ ആകാശം കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിത് വന്ന് നമ്മുടെ മരിയൻ എഡ്യൂസിറ്റി, അതായത് നമ്മുടെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ്. ആ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള പേരൊക്കെ മാറ്റി ഇപ്പം മരിയൻ എഡ്യൂസിറ്റി ആക്കി. എന്താണ് ആ പേരിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ അതിൻ്റെ പേരൊക്കെ നമ്മളിത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ മരിയൻ എഡ്യൂസിറ്റി കഴിഞ്ഞ് ഇങ്ങോട്ട് നേരെ വരുമ്പോൾ ഒരു പാലമുണ്ടല്ലോ, സ്പോർട്സൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ പാലത്തെ അങ്ങനെ പൊക്കോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ആക്കുന്നു വെച്ചാൽ നമ്മളായിട്ട് നമ്മൾ താഴത്തേക്കാണ് വെച്ചാൽ തണുപ്പയിൽ അതെനിക്ക് ചില ദിവസങ്ങളായിട്ട് വേദനയുള്ള കട്ടി ആഹാരങ്ങൾ എനിക്കൊരു കാലമുണ്ട്. അങ്ങനെ എന്തൊരു ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് സ്കൂളാണ് അമ്മ. ഇത് ഇതൊരു ഇന്റർനാഷണൽ ഒരു കോളേജാണ്
കാണാൻ എന്ത് ഭംഗിയാണ്. ബാക്ക് ഭാഗമാണ് സംഭവം പറയുന്നത് ആ കോളേജ് ബാക്ക് ഭാഗത്ത്. ഇത് നമ്മുടെ സ്വന്തം കിൻഫ്ര കഴിഞ്ഞത് പെട്രോൾ പമ്പ് എത്തി ഗായ്സ്. നമ്മളിങ്ങനെ കടപ്പുറത്തേക്ക് ഇനി കുറച്ചുകൂടി യാത്രകൾ പിടിക്കണം. നമ്മൾ കടപ്പുറത്തേക്ക് എത്തി. അപ്പോൾ നമുക്ക് കടപ്പുറത്ത് വെച്ച് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ പോകണം. ഒരിക്കലും മാങ്ങയൊക്കെ കച്ചവടത്തിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ കൈക്കൂട്ടത്തിലുള്ള വനിതാ മീൻസ് കേരള വുമൻസ് പോലീസ് ബറ്റാലിയത്തിൽ ഉള്ള ആൻറ്റിമാരാണ് പോകുന്നത്. അങ്ങനെ നമ്മളിത് കടപ്പുറത്ത് ഇന്ന് കുറച്ച് ആളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞായറാഴ്ചയില്ല. അപ്പം ചിലവർക്കൊക്കെ ഇന്ന് ഓഫീസ് കുട്ടികൾക്ക് സ്കൂളില്ല, ഇത് വേറെ കാര്യം. പിന്നെ വലിയവർക്കൊന്നും എന്തോ ജോലിയില്ലാത്ത സമയങ്ങളിലായിരിക്കും ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഇച്ചിരി ഇത് കാണും സ്ഥലത്താണ്. ഗൈസ് ആഘോഷമൊക്കെ ഇരുണ്ട് വരുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ അത്ര ടെൻഷനോടെ ഉണ്ട്. ഇതുവഴി നേരെ പോകുമ്പോഴാണ് നേരെ കുറേ കൂടെ പോകണം. കുറേ കൂടെ അങ്ങ് എത്തുമ്പോൾ നമ്മൾ പള്ളിത്ര ഹയർ സെക്കൻഡറി സ്കൂളെത്തും. ഞാൻ അവിടെയാണ് പഠിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമ്മളിതേ കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഈ കടലിൻ്റെ അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് സമ്മതിക്കുന്നുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ കടലൊക്കെ കൂടി ഉണ്ട്. ഇവരൊക്കെ സമ്മതിക്കണം. ഇവിടെ വീടൊക്കെ അതൊക്കെ ഉണ്ട്. നമ്മളിതേ കടപ്പുറത്തെത്തി. ഇങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇത് നമ്മൾ കടലിലേക്ക് കുറച്ച് ദൂരം നമ്മളിങ്ങനെ വരുന്നുണ്ട്. ഇത് ഹെൽമെറ്റൊക്കെ ബട്ട് വീഴുമ്പോൾ കെയർഫുൾ ആയിട്ട് എൻ്റെ തലമുറ അമ്മ സമയം കാണിച്ചില്ല ഗൈസ്. വീഡിയോ തിരക്കി ഞാൻ അമ്മയെ കാണിക്കാൻ മറന്നു പോയി ഗൈസ്. അയ്യോ മുടിയെല്ലാം പോയാ ഇല്ല ഗൈസ്, മുടിയൊക്കെ ഒക്കെയാണ്. ഇന്ന് ഞാൻ ഇത് കുത്തിയിരുന്നിട്ടുണ്ട് ഗൈസ്. അൾട്ടയാണ് ബട്ട് ഇവിടെ വെച്ചിട്ടുള്ള ഗൈസ് ജോയിൻ്റ് ആയിട്ട്. അപ്പം ഗൈസ് നമ്മളിത് കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു കൊച്ചായിട്ട് ഒരു അമ്മ മുക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളത് കടപ്പുറത്തിട്ട് നമ്മൾ അമ്മ ഗൈസ് അമ്മയുടെ ചിരി നല്ല രസമാണ് ഗൈസ് കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളിത് കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ ആയോ എനിക്കറിയില്ല, പക്ഷേ നല്ല തിരക്കുണ്ട് ഗൈസ്. ബട്ട് ഗൈസ് ഇങ്ങനെ എല്ലായിരുന്നല്ലോ നമ്മുടെ ഇവിടുത്തെ കടപ്പുറം. ഇങ്ങനെ എല്ലായിരുന്നു ഗൈസ്. ഗൈസ് നോക്കി ഗൈസ് കടൽ ഒരുപാട് കയറി ഗൈസ്. കടൽ ഗൈസ് ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലിട്ടൊരു പാട്ടാണ് ഗൈസ് ഓടിക്കേറി വരുന്നത്. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് പാടാം. എല്ലാ പേർക്കും അറിയാം നമ്മുടെ ആ വേടൻ്റെ പാട്ട് തന്നെയാണ് കടൽ. ഗൈസ് ഇങ്ങനെ നോക്കുമ്പോൾ ആകാശമെല്ലാം അതുപോലെ ഇങ്ങനെ ഇതൊരു അവസാനിക്കും. ഇഷ്ടം പോലെയാണ് ഗൈസ് ആൾ. എവിടെ ചുറ്റും കറങ്ങി കാണിച്ചു തരാം. ഇത് നോക്കി നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കാണാം. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതേ കാണിക്കുകയാണ് ഗൈസ്. ഗൈസ് എനിക്ക് കടലിൽ കാലം നനയ്ക്കണം. അപ്പം ഞാൻ ഗൈസ് ഈ ബീച്ചായിരുന്നു ഉദ്ദേശിച്ചാൽ നമ്മൾ സാറിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ കടലിലേക്ക് കാലിക്കുമ്പോൾ തിരിയാൻ അടിക്കിടും. അപ്പോൾ നമ്മൾ കടലമ കള്ളി എന്ന് എഴുതുമ്പോൾ എന്തുവാ അത് കടലമ ഒന്നും വായിച്ചുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഇതിട്ട് നോക്കിയിട്ടില്ല അങ്ങനെ ചെയ്ത്. അപ്പം ഇന്നത് നല്ലൊരു ഇതാണ്. കുട്ടികളൊക്കെ അത് ഓർത്തുനിന്ന് എഴുതും, എന്തിനൊക്കെ എഴുതുന്നതൊക്കെ ഉണ്ട് ഗൈസ്. എന്താണ് നമുക്കറിയില്ല. നമ്മൾ കുറച്ച് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. പിന്നെ കടലിൻ്റെ അടുത്തടുത്തൊരു വീടൊക്കെയാണ്. വീടൊക്കെ ഉണ്ട്. പിന്നെ അത് ഇവിടെ ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്. ഡിസൈനുള്ള ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ കുറേ കൊച്ചിനെയുള്ള കുഴിയൊക്കെ കുഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ബറ്റാലിയനിലെ ആൻറ്റിമാർ ഇതേ പോവുകയാണ് ഗൈസ്. ഇവരൊക്കെ വനിതാ ബറ്റാലിയത്തിൽ പഠിക്കുന്നതാണ്, ട്രെയിനിങ് ആണ്, പോലീസ് ട്രെയിനിങ്. അവിടൊക്കെ ഒരു പുക പോലെ തോന്നുന്നില്ല ഗൈസ്? നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, അങ്ങോട്ടൊക്കെ ഇതൊരു പുക പോലെ ഉണ്ട്. ആകാശം നയിക്കൊക്കെ ഗൈസ്, ആകാശമൊക്കെ എന്താ തെളിഞ്ഞിരിക്കണല്ലേ, നോക്കമ്മ. എന്ത് വൈബ്, സെറ്റ് വൈബല്ലേ ഗൈസ്? ഒരാള് കടലിൽ കുളിക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. പാൻറ്റിന്റെ ഇവിടം വരെ നനഞ്ഞു. നല്ല ഒരു തെളിഞ്ഞ പച്ച കളർ ഇങ്ങനെ അടിച്ച് പോണലാണ്. ലൈറ്റ് പച്ച കളറിലേക്ക്, ലൈറ്റ് അല്ല, കിളിപ്പച്ചേക്കാളും ലൈറ്റ് ലൈറ്റ് മീൻസ് അങ്ങ് അച്ചത്തെ ലൈറ്റ് കളർ. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലേ? മുമ്പ് നല്ല നിരന്നായിരുന്നു. മുമ്പൊക്കെ നല്ല നിരന്നായിരുന്നു. ഇപ്പം ഒരു കുന്ന് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗൈസ്. ദേ ഒരു കുഞ്ഞാവ പോകുന്നു. ഇതൊക്കെയല്ലേ ഗൈസ്? ഒരു റോസ് കളർ ഗൈസ്. ഒരു അങ്കിൾ അവിടെ കുളിക്കുന്നു ഗൈസ്. അപ്പോൾ അത് കൊണ്ടുവന്ന അങ്കിളാണെങ്കിൽ വിസിലടിച്ച് ആളെ കയറ്റിക്കും ഗൈസ്. വെള്ളം ദേ ഇവിടെ കടലെടുത്തോണ്ടങ്ങ് പോകും, ഇറങ്ങി അങ്ങ് പോകും. എന്നാൽ കുറച്ച് ഒരു മാസം കൊണ്ടങ്ങാണ്ട് ഇവിടെ നേരം കടലിൽ പോകും. കടൽ കാണാൻ നല്ല രസമാണ്, പക്ഷെ ചില സമയങ്ങളിൽ കടൽ ഭയങ്കര അപകടകാരിയാകും അല്ലേ? അത് ഓർക്കുമ്പോഴാണ് പിന്നെ എന്താ കടലൊക്കെ ഉണ്ടായത് അല്ല. പിന്നെ വെള്ളമൊക്കെ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി തോന്നുന്നു. ഞായറാഴ്ചയൊക്കെ ആകുമ്പം ഇവിടെ നല്ല ആളായിരിക്കും അല്ലേ? അതാണ് ഗൈസ് ഞാനിന്ന് എൻ്റെ അമ്മയും പൊക്കിക്കൊണ്ട് വന്നത് ഗൈസ്. കൈ പറ, കാല് കാണിക്കാൻ പോകും. അത് നമുക്ക് എന്താണ്, നമുക്ക് പോയി കാല് നനയ്ക്കാം. വാ, കാല് നനയ്ക്കണ്ട, പോവാൻ നേരം കാല് നനച്ചിട്ട് പോവാം. പക്ഷെ കടലമ്മ കള്ളിന്ന് എനിക്ക് കേൾക്കണോ ഗൈസ്? ഇങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ അമ്മ, ഇങ്ങനെ പിടിച്ചു. അപ്പോൾ നമ്മളിതേ കടലമ്മ കള്ളിന്ന് എഴുതാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ ഇറങ്ങുമ്പോഴേക്കും എനിക്ക് കുട്ടികളുടെ പേര് ഒരു അമ്മേ ഗൈസ്. നമുക്കിത് അവിടെയാണ് സംഭവം തരുന്നത്. സ്ഥിരമൊക്കെ അടിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കല്ലോട്ടെല്ലാം വെള്ളം കയറി പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ചെരുപ്പല്ല എത്തുന്ന പോകാം. അവിടുന്ന് പറഞ്ഞ ആണമ്പഴ ഗൈസ്, അവിടുന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ കരിക്കും ഒരു അതിശയുള്ളത്. പക്ഷെ വരുമ്പോൾ എത്ര ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്തേ വന്ന് വായിക്കുന്നത് കൂടി ഇല്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് വായിച്ചു നോക്കും. വരും.
മുമ്പ് കാണുമ്പോൾ വന്നങ്ങ് വാച്ചങ്ങ് പോകുന്നുണ്ട്. ഒരു തിര വരുന്നുണ്ട്. ഇനി നല്ല വലിയൊരു തിര വരുന്നുണ്ട്. വരുവാ ഇങ്ങോട്ട്. അപ്പൊ ഗൈസ് നമുക്ക് എൻ്റെ പേരായി. അപ്പൊ ഗൈസ് നമുക്ക് ഒരു എൻ്റെ പേരുള്ള എഴുതി നോക്കാം. നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ട്. കൈ അത്രയും മണ്ണായി. തിര വരുന്നുണ്ട്. ഇങ്ങനെയൊന്ന് വന്ന് മായിട്ടെങ്കിൽ കള്ളായിരുന്നു. എന്നെ കാണിച്ചത് ഇതായിട്ട് വന്ന് മായിച്ചിട്ടില്ല. എഴുതിയിട്ട് 2-3 മിനിറ്റായിട്ട് ഈ കടലിൽ ഒന്നും മായ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ചവിട്ടി, ഞാൻ പറയില്ല ചവിട്ടി. ഇനി ഞാൻ എൻ്റെ അമ്മയുടെ പേരൊക്കെ അപ്പോൾ ഇത് അങ്ങോട്ടേക്കാണ് നല്ല ഒരുപാട് ആൾക്കാരാണ് ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ. പോണതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.